ചേട്ടായിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കുന്നുണ്ടോ? അങ്ങനെ ആകുഞ്ഞല്ലേ. ആ പിള്ളേര് വീട്ടിൽ ഒളിയിൽ എന്താ തേഞ്ഞു പോവോ? അമ്മ എപ്പോഴും ചേട്ടായിയുടെ സൈഡാ. നിന്റെ സൈഡ് വയ്ക്കാനേ നിനക്ക് തന്നെ അപ്പനുണ്ടല്ലോടി കാട്ടുകുശുമ്പി. ഈ പെണ്ണ് നേരെ പോയില്ലയോ? എടാ കുഞ്ഞാറ്റെ, ഇവിടെ നിന്ന് ഇവളല്ല ഇവരാണേ. മോളിക്കൊച്ചെന്ന തുണി കഴിവാണോ? അല്ലടാ, നിനക്ക് കണ്ണുപിടിക്കാൻ അച്ചാറുണ്ടാക്കുക. എടാ ഇറങ്ങിപ്പോയത്. ഇറങ്ങിക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കോടാ. എത്ര പറഞ്ഞാലും കേൾക്കാത്തതിന് എനിക്ക് ഇനി കാണണ്ട. നീ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് നിന്റെ പക്ഷം പിടിച്ച് ഞാൻ മടുത്തടാ. ഓ അമ്മച്ചി കൂട്ടുകാർ നിർബന്ധിച്ചപ്പോ ഇച്ചിരി കഴിച്ചു പോയി. ഈ ബിയർ OPR എന്ന് പറയുന്ന ഒരു ബിയറെ. അതൊന്നും അല്ലടാ, നീ ഇന്നലെ ഏതവന്റെ കൂടിയാ വണ്ടി കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞ് അവനിവിടെ ഇന്നലെ ഒന്നുണ്ടാക്കിയ പുകില്. എടാ, നിനക്ക് വണ്ടി ഓട്ടിക്കാനല്ലേടാ ഞാൻ എന്റെ ഈ കൈ കിടന്ന 3 വള ഊരി വിറ്റ് നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തന്നത്. പിന്നെ നീ എന്നാത്തിനാടാ വല്ലവന്റെ വണ്ടി ഓട്ടിട്ട് ഇടിക്കുന്നത്? എന്നിട്ട് നല്ലൊരു ദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചതൊന്നും കഴിക്കാൻ നിൽക്കാതെ ഒളിച്ചു പോയേച്ചും വന്നേക്കുന്നത് കൂടാണ് ഞാൻ. അമ്മച്ചി ഒരു അബദ്ധം പറ്റി പോയതാ. വണ്ടി എടുത്തത് എന്റെ ആളാണ് വെച്ച, പക്ഷെ ഇടിച്ചതൊക്കെ ഒരു ഫ്രണ്ടാ. കർത്താവാണ്, മോളിക്കുട്ടിയാണ് സത്യം, ഞാനല്ല. എനിക്കറിയാം എന്റെ കുഞ്ഞ് അതിനൊന്നിനും പോത്തില്ലെന്ന്. ആ മക്കളെ നിനക്കിപ്പോ കഷ്ടകാലമാണോ? വല്ലവനും ചെയ്യുന്നത് എന്റെ കുഞ്ഞിന്റെ മണ്ടയും കൊണ്ടേ പോകോളൂ. മക്കളെ നിന്നെ തല്ലും കൊല്ലുന്നൊക്കെയാണോ പറയുന്നേ? ഇപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമെങ്കിൽ അമ്മച്ചി വിചാരിച്ചാലേ നടക്കും. അമ്മച്ചി ഇത് ചെയ്യുമെന്ന് ഞാൻ റാവുത്തർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എടാ അത് ഞാനെന്നാ ചെയ്യാനാ? ഒരു 2 മാസത്തേക്ക് അമ്മച്ചിയുടെ ഈ കഴുത്തി കിടക്കണ മാലയല്ലേ, അതെനിക്കത് പണയം വയ്ക്കാൻ തന്നാ മതി, ഞാൻ എടുത്തു തരാം. ആ കട്ടിൽ നീ മരിക്കണ്ട. എടാ എന്റെ ഉണ്ടായിരുന്നത് മുഴുവനും നീ തന്നെയല്ലേടാ കൊണ്ടുപോയി തീർത്തത്. എന്നിട്ട് വന്നേക്കുന്ന മക്കളെന്റെ ഒന്നിന് അമ്മച്ചി പറഞ്ഞതാ ശരി, ഞാനാ എല്ലാം തുലച്ചത്. ഞാൻ പോയേക്കാം. ഇനി ആ റാവത്തരുടെ ആൾക്കാർ വന്ന് എന്റെ കൈയോ കാലോ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അമ്മച്ചി ഇച്ചിരി വിഷം കഴിച്ചു തന്നു എന്നെ അങ്ങ് തീർത്തേക്കണം. അയ്യോ എന്നാ വർത്താനാണോ മക്കളെ നീ പറയുന്നേ? അമ്മച്ചിയുടെ ആഗ്രഹം പോലെ എനിക്ക് നല്ലവനായി ജീവിക്കണമെന്നുണ്ട്. ഇപ്പൊ ഈ പ്രശ്നം തീർക്കാൻ അമ്മച്ചി എന്നെ സഹായിച്ച അമ്മച്ചി എപ്പോഴും പറയും പോലെ കാട്ടിലച്ഛൻ്റെ ധ്യാനം കൂടാൻ പോയിട്ടെന്ന് ആലോചിച്ചാ ഞാൻ വന്നത്. അയ്യോ ആണോടാ? എന്റെ പൊന്നൊക്കെ ധ്യാനം കൂടാൻ പോവാണോ അമ്മച്ചി? അത് ഈ പ്രശ്നം തീരട്ടെ. അതെ മാല ഞാൻ തരാം, പക്ഷെ കണ്ടീഷൻ ഉണ്ട്. 2 മാസത്തിനുള്ളിൽ മക്കൾ എനിക്ക് തിരിച്ചെടുത്ത് തരണം. എടുത്തിരമ്മച്ചി. അപ്പച്ചൻ അറിയാതിരിക്കാൻ ഇതേപോലെ തന്നെ ഇമിറ്റേഷൻ എനിക്ക് മേടിച്ചു. പിന്നെ മക്കൾ ധ്യാനത്തിനും പോകണം. സമ്മതമാണോ? ആണെങ്കിൽ മക്കൾ അമ്മച്ചിയുടെ തലത്തൊട്ട് സത്യം ചെയ്യും. എന്റെ അമ്മച്ചിയാണ് സത്യം. പിന്നെ നീ ഇത് പണയമൊക്കെ ചെയ്യാറുള്ളൂ. മക്കളെ നീ വിറ്റുകളല്ലോ. മക്കള് സൂക്ഷിച്ചു കൊണ്ടുപോണേ, സൂക്ഷിച്ച്. കണ്ട ഞാൻ പറഞ്ഞപ്പോ അപ്പച്ചൻ വിശ്വസിച്ചില്ലല്ല. ഇപ്പൊ കണ്ടോ എന്റെ കാശ് കൊടുക്ക എന്തിനാ പൊട്ടിച്ചേ? മനപ്പൂർവ്വം തന്നെ അപ്പച്ചനെ വിളിച്ചോണ്ട് വന്നേ. അവനെ 2 മാസത്തിനൊക്കെ എടുത്തു തരുമെന്ന് പറഞ്ഞത് കേട്ടില്ല. അവളുടെ മാല എങ്ങ് തിരിച്ചു കൊടുക്കാൻ. മോളിക്കുട്ടി എന്റെ വാക്കിൽ നിനക്ക് വില ഉണ്ടെങ്കിൽ ഞാൻ 5 എണ്ണം മുമ്പ് ആ മാല നിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോ ചേട്ടായി. നിന്റെ തലവെട്ടകട്ടെ തന്ന മുതല എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലാതായത്. എല്ലാം നിനക്ക്, എല്ലാം നല്ലതും നിനക്ക്. ഞാൻ വെറും പട്ടി. എല്ലാം നീ തന്നെ ഒറ്റയ്ക്കൊണ്ടുപോയി. ഈ കാശ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. കരയല്ലോ മോൾക്ക് എന്തോടാ? പിന്നെ നീ എന്തിനാണ് അവനെ വിശ്വസിച്ച്? മക്കൾക്ക് ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാ അവരെ തള്ളിക്കളയാൻ പറ്റുവെച്ചായ ബുദ്ധിമോശം കൊള്ളാം. ഡിഗ്രിക്ക് ജേർണലിസം പഠിക്കാൻ അയച്ചു. ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടന്ന് പാതി വഴി കഥ നിർത്തി. ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ടാക്കാൻ മദ്രാസിലേക്ക് അയച്ചു.
ഏതോ തമിഴത്തി പെണ്ണിനെ പ്രേമിച്ച് ആ വീട്ടുകാരുടെ തട്ടി കൊണ്ട് തിരിച്ചു വന്നു. LLPക്ക് ചായണമെന്ന് പറഞ്ഞിട്ട് ലോൺ എടുത്ത് 3-3.5 ലക്ഷം രൂപയാണ് ഡൊണേഷൻ കൊടുത്ത് ചേർത്തത്. എന്നിട്ടോ കള്ളും കുടിച്ച് കോളേജ് മാസ്റ്ററുടെ നെഞ്ചത്തി വിട്ട് TC കിട്ടി. നെഞ്ചത്തി കേസ് വേറെ, TC കിട്ടിയത് ടീച്ചർ നല്ല പഠിച്ചതല്ലേ. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ. ചട്ടനൊക്കെ തിരുത്തണ്ടേ? ഇപ്പൊ തന്നെ എത്ര തവണയായി ഈ വീട്ടിൽ നിന്ന് കാശ് മോഷണം പോകും? കഴിഞ്ഞ ദിവസം ഞാൻ പെൻഷൻ വാങ്ങിച്ചു വെച്ച കാശിൽ നിന്നും രൂപ 5 അവൾ അടിച്ചു മാറ്റിയത്. 5 തല്ലി പിടിയായിട്ട് 3-4 കേസുണ്ട്. 2 വട്ടം ലോക്കപ്പിക്കണത്. 3 തെറ്റല്ലേ? പഠിച്ച നേടി അതുമില്ല. എന്തെങ്കിലും തൊഴിലാവട്ടെ എന്ന് കരുതി എവിടെ നിന്നൊക്കെ കടവും ഇടവും ഇടിച്ച് എന്തെല്ലാം ചെയ്തു കൊടുത്തു. ഒന്നിലും രക്ഷപ്പെട്ടില്ല. പാഴ്ജന്മം, വെറും പാചകം. ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പ്രാഗിട്ടാ എന്റെ കുഞ്ഞ്. മക്കളെ പ്രാകാൻ ആഗ്രഹം ഉണ്ടായിട്ടാണോ ചെയ്യിക്കുന്നതല്ലേ? ഞാൻ അത്രയ്ക്ക് ഫിറ്റ് അല്ല മക്കളെ. നീന്താടാ വിൻസെന്റ്. ബോബിനെ തല്ലിയോ? അവൻ വെടികൊണ്ട പന്നിയെ പോലെ പായുന്നുണ്ട്. ഒന്നുമില്ല, കുടുംബകാര്യം. എന്നാൽ ആ കുടുംബകാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യം പറയാനാവുന്നത്. ഇന്നലെ പറയാൻ പറഞ്ഞത്. ഓ അതെ, കള്ളും കുടിച്ചു ഒന്ന് കാര്യം പറയണ്ട, അത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. നീ ഇന്നും കുടിച്ചോ? ഭാഗ്യവാനെ, നിന്റെ അപ്പൂപ്പനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അയ്യാ, ഇന്നലെ ഇവൻ അതൊക്കെ വിട്ടുകൊണ്ട് ഒരു തുള്ളി പോലും കഴിച്ചില്ല. ഇന്നലെ വിട്ടത് ഒരു പ്രധാന കാര്യം പറയാനാണ്. അയ്യോ അച്ഛാ, വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് പറയണം, ഇനിയെങ്കിലും പറയണം. എന്താ അച്ഛാ ഇത്? കള്ളും കുടിച്ച് വെറുതെ ആവശ്യമില്ലാതെ. എന്താണെന്ന് വെച്ചാ പറ. എല്ലാവരും ഉണ്ടല്ലോ, കുറെ നാൾ കൊണ്ട് ചോദിക്കണമെന്ന് വെച്ചിരിക്കുക. ഒരു ധൈര്യത്തിലാണ് രണ്ടെണ്ണം വിട്ടത്. ഓപ്പണായിട്ട് ചോദിക്കുക. നിങ്ങളുടെ കുഞ്ഞാറ്റ് എന്റെ സച്ചിമോന് കെട്ടിച്ചോണ്ട് എടാ, അവന് തമ്മിൽ ഇച്ചിരി പ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവളെ ജീവനാണ്. എന്റെ സച്ചിക്ക് വിടണ അവളെ. ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. വിളിച്ചിട്ട് പോയ സച്ചി വീട്ടിൽ പോകുമ്പോ കള്ളും കുടിച്ചു വന്ന് ഓരോരോ തന്തയില്ലായ്മ പറയാം. ഇതാ മദ്യപിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. 8 പൊട്ടും തിരിയാത്ത എന്റെ പൊടിക്കുഞ്ഞിന്. പൊടിക്കുഞ്ഞോ? 20 ആൾക്കാർ. ഇനി ഇതിൽ കൂടുതൽ എന്തോ വലുതാകാൻ. എന്താ അച്ഛാ ഇത്? കള്ളും കുടിച്ച് വെറുതെ ആവശ്യമില്ലാതെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. അപ്പച്ചാ അമ്മച്ചി, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഈ ചോദ്യം പറച്ചിലൊക്കെ. ആവതിലേക്ക് കള്ളു കുടിക്കരുത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാൻ നല്ല കാര്യം വലിയൂടാ ചോദിച്ചേ. എന്താ പാത്തിന്റെ കൈ? നീ വാഴക്ക് നീ ഇപ്പൊ ഇവരെടുത്ത് പിടിച്ചിട്ട് പോയില്ലെങ്കിൽ എന്റെ കൊച്ചു കുഞ്ഞിനെ. അത് നിനക്ക് നാട്ടുകാർക്ക് അങ്ങനല്ലേ. എന്നതാ അപ്പച്ച ഇവിടെ ഒരു ബഹളം? നിന്നെ ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചാ വിശേഷം തിരക്കാൻ വന്നു. പാർശ്വകാരി, അന്നൊരിക്കൽ നീ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോ നിങ്ങൾ തമ്മിൽ തെറ്റിയതാ, ഓർമ്മയില്ലല്ലോ? പിന്നെ നമ്മൾ ഇണങ്ങിയത് എങ്ങനെയാ? ഇനി ഈ വിഷയം നമ്മൾ ജന്മത്തിൽ സംസാരിക്കില്ല എന്ന് ഉറപ്പിക്കും. അച്ഛാ, അതെ ലാസ്റ്റ് ആയിട്ട് വിളിക്കോ? വാ, നമുക്ക് വീട്ടിൽ പോവാം. നീ പോടാ. ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വരുന്നു. എന്നാ എന്താന്ന് വെച്ചാൽ കാര്യം ഞാൻ പോവാം. സ്നേഹവും കൂട്ടും ഒക്കെ ശരിയാണ് പാർത്ഥസാരഥി, വേറെ എന്തും നീ പറഞ്ഞു. പക്ഷെ എന്റെ കുഞ്ഞാറ്റ് അവളുടെ ജീവിതത്തിൽ തൊട്ട് കളിക്കരുത്. അതെനിക്ക് സഹിക്കില്ല. അവൾ എന്റെ പ്രാണനാണ്. എടാ, നിന്നെ പോലെ തന്നെ അവൾ എനിക്കും പ്രാണനാ. അവളെ പ്രസവിച്ച് നേഴ്സുമാർ വെളിയിൽ കൊണ്ടുവരുമ്പോ നീ പുറത്ത് മെഡിക്കൽ സ്റ്റോറില് ആ കുഞ്ഞിനെ ആദ്യം വാങ്ങിയത് ഞാനാണ്. നാക്ക് തിരിഞ്ഞ കാലം മുതൽ അവൾ എന്നെ അപ്പുറത്തച്ചാന്നാ വിളിക്കുന്നത്. ആ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നീ സമ്മതിക്കും, അവളെ അവൻ കെട്ടും. ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ സമ്മതം ഇല്ലാതെ കെട്ടും. ഇനി ഈ വിഷയം സംസാരിച്ച എന്റെ സ്വഭാവമാണ്. വിൻസെന്റ്, അതെ, അവൻ കള്ളു കുടിച്ച് വെറുതെ അവളെ വിളിച്ച് പറഞ്ഞല്ലേ. വിട്ടുകളാ പാർശ്വകാരി, നീ ഇപ്പൊ പോ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്നും സംസാരിക്കാനില്ല. അവന്റെ മോൻ എന്റെ മോനെ കൊടുക്കണു. നീ 10-25 കൊല്ലം മുമ്പ് വനത്തിലായിട്ട് ഇവിടെ വന്ന് കയറിയപ്പോ ഞാനും കുടുംബമുണ്ടായിരുന്നല്ലോ. 10 വയസ്സെല്ലാം നീക്കിയിരിപ്പോ സ്വന്തമായിട്ടൊരു വീടോ ഇല്ലാത്ത നിന്റെ അടുത്ത് വന്ന അത്യാവശ്യം പൂസത്തും വരായികയുമുള്ള എന്റെ മോനെ ഞാൻ അങ്ങോട്ട് വന്ന് ആലോചിക്കുമ്പോ നീ പരിഹസിച്ചെന്നെ തുപ്പുന്നോ? എന്താ എന്റെ ചെറുക്കൻ്റെ യോഗ്യതയുള്ളൂ. 10-13 വയസ്സിന്റെ മൂപ്പ് കാണാൻ അധികം കൊണ്ട് തോന്നിക്കുന്ന ഒരു മോന്ത. വിദ്യാഭ്യാസം, എക്സസൻസ്, എന്റെ പ്രായം ഇത്രയായിട്ട് കല്യാണം നടക്കാതെ മൂത്ത് നരച്ചിരിക്കുന്ന ഒരു എടുക്കാ തിരക്കിന് എന്റെ സ്വന്തം മക്കളെ പറഞ്ഞാൽ പോളൂ. അത്രേ ഞാനും ചെയ്തുള്ളൂ.
കൈയെടുക്കണം. രണ്ടുപേരും മര്യാദക്കുണ്ടോ? നീ നോക്കിക്കോ, ഇതെന്റെ വാശിയാ. കാട്ടൂക്കാരൻ പാർത്ഥ സാരഥിയുടെ വാശി. എന്റെ ചെറുക്കിൽ അവളെ കെട്ടും, അവൾ അവന്റെ കൂടെ പൊറുക്കും, അവന്റെ കൊച്ചുകളെ പേറും. പറയുന്നോ